പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും ഞാൻ സ്തുതിക്കും. കർത്താവ് വലിയവനും അത്യന്തം സുദൃഢനുമാകുന്നു. ദൈവമേ, അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണ്ണമായ തേജസ്സിനെപ്പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും. എന്നും മനുഷ്യമക്കളോട് അതീവ കാരുണ്യവും സ്നേഹവും ചൊരിയുന്ന ദൈവമേ, ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പാപം ചെയ്ത് അങ്ങയിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഞങ്ങളോട് നിരന്തരം സ്നേഹമായി ഞങ്ങളെ അനുഗമിക്കുന്നവനെ, ഞങ്ങളോട് എന്നും വിശ്വസ്തത പുലർത്തുന്നവനെ, അവിടുത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഭാവികളായ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. ലോകമെമ്പാടും ഇപ്പോൾ അർപ്പിക്കുന്ന ദിവ്യബലിയോട് ചേർത്ത് വെച്ച് ദൈവമേ, ഞങ്ങളും നിന്നെ മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ പിതാവേ, അവിടുത്തെ പൈതൃകമായ തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളിപ്പോൾ ആശീർവദിക്കണമേ. അത്യുന്നതനായ ദൈവമേ, അവിടുത്തെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി, അവിടുത്തെ മക്കളുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും നിൻ്റെ ദിവ്യാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ തിരുവചനം ഇപ്പോൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന ധ്യാനിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കളും കർത്താവെ, നിൻ്റെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ പരിപൂരിതരാകട്ടെ. ആത്മാവ് അവരുടെ ഹൃദയങ്ങളെ സജ്ജമാക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ആത്മാവ് എല്ലാ മക്കളുടെ മേലും ആവസിച്ച് ഏകാഗ്രതയോടും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി തിരുവചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനും തിരുവചനം ജീവിതത്തിൽ പകർത്തുവാനും തിരുവചനത്തെ സാക്ഷ്യപ്പെടുത്തുവാനും അവർ പ്രാപ്തരാകട്ടെ. ദൈവമായ കർത്താവെ, പാപികളുടെ യാതനകൾ ശ്രവിക്കുന്നവനെ, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനെ, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മയെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാർ യോസേപ്പ് പിതാവേ, മാർ തോമാ ശ്ലീഹായെ, സകല ശ്ലീഹന്മാരെ, രക്തസാക്ഷികളെ, വിശുദ്ധരെ, സ്വർഗീയ ഗണങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി തിരുനടയിൽ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചാലും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 തിരുവചനം 49 മുതൽ. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, യുവതി യുവാക്കളെ, ഈ വായിച്ച തിരുവചനത്തിൽ സവിശേഷമായ 1-2 വചനം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. എങ്ങനെ കൊച്ചുകുട്ടികളായി നമ്മൾ വളരണം, അഥവാ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്ന് ഈ സുവിശേഷ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയ മാതാപിതാക്കളെ, മക്കൾ സ്വർഗോന്മുഖമായി വളരണം. മക്കൾ മനുഷ്യരിലേക്ക്, മാനവികതയിലേക്ക്, മനുഷ്യത്വത്തിലേക്ക് വളരണം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരണം. മനുഷ്യരുടെ ഇടയിൽ മാത്രം എക്സലൻ്റ് ആയിട്ട് കാര്യമില്ല. മനുഷ്യരുടെ ഇടയിൽ മാത്രം സ്മാർട്ടായതുകൊണ്ട് കാര്യമില്ല ഒരു കൊച്ച്. അഥവാ നമ്മൾ ഓരോരുത്തരും മനുഷ്യരുടെ ഇടയിലും ദൈവത്തിൻ്റെ ഇടയിലും ദൈവത്തിൻ്റെ മുൻപിലും നമ്മൾ സ്മാർട്ടായിരിക്കണം, എക്സലൻ്റായിരിക്കണം, വിശുദ്ധരായിരിക്കണം. അപ്പോഴാണ് സമഗ്രമായ വളർച്ച എന്ന് പറയാൻ പറ്റുക. ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രം വളർന്നിട്ട് കാര്യമില്ല. മനുഷ്യരെ മറന്നിട്ട് ദൈവത്തെ മാത്രം ഓർത്ത് ജീവിച്ചാലോ?
മനുഷ്യൻ്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, മനുഷ്യരെ ഒന്നും സ്നേഹിക്കുന്നില്ല, മനുഷ്യരെ ഒന്നും ബഹുമാനിക്കുന്നില്ല, മനുഷ്യരെ ഒന്നും വിലമതിക്കുന്നില്ല, മനുഷ്യർക്കൊരു നന്മയും ചെയ്യുന്നില്ല. ദൈവം ദൈവം എന്ന് പറഞ്ഞാൽ അതുമായില്ല. മറിച്ച് മനുഷ്യർ മാത്രം ദൈവത്തെ മറന്നു. അതും ശരിയല്ല. ഇത് രണ്ടും കൂടി സമന്വയിക്കുമ്പോഴാണ് ശരിയായ ജീവിതം, ശരിയായ വളർച്ച, അങ്ങനെയുള്ള കുടുംബത്തിലാണ് ശരിയായ കുടുംബം, അങ്ങനെയുള്ള കുടുംബത്തിനാണ് ശരിയായ കുടുംബം എന്ന് നാം പറയുന്നത്. ഞാൻ ഈ വചനഭാഗങ്ങൾ ഇവിടെ വായിച്ച് ധ്യാനിക്കുമ്പോൾ 2003 ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു മാസികയിൽ വന്ന ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: അൺഹെൽത്തി ടീൻസ്. അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരോഗ്യമുള്ള, ഹെൽത്തി. അൺഹെൽത്തിയോ അനാരോഗ്യകരമായ യുവത്വത്തിൻ്റെ പ്രവണതകൾ, യുവാക്കൾ, യുവതികൾ, അഥവാ ടീനേജിലേക്ക് പ്രവേശിക്കുന്നവർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. 1 in every 6 adolescents in the metros is overweight. ഇതൊരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ കണ്ടുപിടുത്തമാണ്. അവസാനം പറയുന്നതാണ് 1 in every 6 adolescents in the metros is overweight. 6 നമ്മുടെ മക്കളിൽ 6 എങ്ങനെയുള്ളവരാണെന്ന്? അധിക വെയിറ്റ് ഉള്ളവരാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത തൂക്കമുള്ളവരാണ്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ തിന്നുകുടിച്ച് പെരുകി ശരീരം ജീർണിച്ച് വണ്ണം വെച്ച് ഇറച്ചിക്കോഴിയുടെ കൂട്ട് ആയിരിക്കുന്ന ഒരവസ്ഥ എന്നാ. 1 in every 6 adolescents in the metros is overweight. ഇതിന് മാതാപിതാക്കൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? കൊച്ചങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളെ തീറ്റിപ്പോറ്റണം, ഒരു സംശയവും വേണ്ട. പക്ഷേ ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്ന അവസ്ഥ കാരണം എന്താ? തിന്നുന്നതിലും കുടിക്കുന്നതിലും മക്കളെ ഒരു ക്രമവും ചിട്ടയും അടുക്കവും ഒന്നും പഠിപ്പിച്ചില്ല മാതാപിതാക്കളെന്നാ. ചോദിച്ചതനുസരിച്ച് കൊടുത്തു, അഥവാ തിന്നാൻ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. കളയണ്ടേ, വേസ്റ്റ് ബോക്സ് കൊണ്ടുപോയിരണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലും മക്കളെ തീറ്റുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ തീറ്റി ഇപ്പം എന്തായി? ഇങ്ങനെയായി. ഇനി അതിനുശേഷം ഇപ്പം ഇവിടെ വലിയ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുക. എന്തിന്? യന്ത്രങ്ങളുണ്ടാക്കിക്കൊണ്ട് വിൽക്കുക. ഏത്? എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറേ പരിപാടികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആ എക്സസൈസിനെ കുറിച്ചൊന്നുമല്ല പറയുക, എന്തുകൊണ്ട് ഇങ്ങനെ അമിതവണ്ണം ഉണ്ടായി എന്നുള്ളതാണ്. അത് ഫോർമേഷൻ്റെ കുറവാണ്, അത് രൂപീകരണത്തിൻ്റെ തെറ്റാണ്. മക്കളെ ഭക്ഷണം ആരോഗ്യത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാത്തതിൻ്റെ കുറവ് ഇവിടെയില്ലേ? ഇനി മാത്രമല്ല, അവിടെ നമ്മൾ അറിയാത്തൊരു തിന്മയും ഉണ്ട്. എന്താണെന്നറിയാവോ? ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എച്ചിൽ പുറക്കി കഴിയുന്ന പിള്ളേരെ കാണാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിലൂടെയും അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ വളരെ പരിതാപകരമായിട്ട് പട്ടിയോട് പോരാടി ഈ വലിച്ചെറിയുന്ന സാധനങ്ങൾ പറക്കി തിന്നുന്ന കുട്ടികളെ കാണുമ്പോൾ ഹൃദയം പിടലിൽ വേദനിക്കുന്നില്ലേ? അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കെ മക്കൾക്ക് വേണ്ടതും വേണ്ടാത്തതും കൊടുത്ത് അതിവണ്ണം വെപ്പിക്കുന്നുവെങ്കിൽ അവിടെ ഒരു പാപമുണ്ട്. അവിടെ മനുഷ്യരാശിക്കെതിരെ ചെയ്യുന്നൊരു തിന്മയുണ്ട്. ആ വസ്തുക്കൾ, ആ ഭക്ഷണ സാധനങ്ങൾ, അഥവാ അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം ഈ ദരിദ്രരായ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടതാ. ഇനി ഇങ്ങനെ വണ്ണം വെച്ചതിന് ശേഷം അതിൻ്റെ പ്രത്യാഘാതമോ, അതിന് ട്രീറ്റ്മെൻറ്റ്, അതിന് എക്സസൈസ്, അതിന് മിഷൻ, 1000ങ്ങളും 10,000ങ്ങളും. ഇവിടെയൊക്കെ ഒരു തിന്മയുടെ ഒരു വിഷ്യസ് സർക്കിൾ നമ്മളെ വേട്ടയാടുകയാണ്. ഇത് കുടുംബത്തിനോ മനുഷ്യനോ ചേർന്നതല്ല. അതിന് മാറ്റമുണ്ടാകണം. ഞാൻ ഓർക്കുന്നുണ്ട്, കൊച്ചി എറണാകുളം പ്രദേശത്ത് ഒരു കുടുംബം, അവർ തങ്ങളുടെ മക്കൾക്ക് വെച്ച് വിളമ്പുന്നത് പോലെ തന്നെ കുറേ മക്കൾക്ക് വെച്ച് വിളമ്പി പൊതിച്ചോറുമായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടോ, അഥവാ നിങ്ങളുടെ വയലിൽ കൂടുതൽ വിളവുകളുണ്ടായോ, അഥവാ നിങ്ങളുടെ കിച്ചണിൽ കൂടുതൽ ഭക്ഷണ സാധനമുണ്ടോ, അത് ദരിദ്രർക്ക് കൊടുക്കേണ്ടതാണ്. മക്കളെ അമിതമായി തീറ്റി ഇപ്രകാരം വീണ്ടും എന്താ പറയുക, തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, ദുർഭയത്തിലേക്ക് പോകേണ്ടത് ശരിയായൊരു അപ്രോച്ചല്ല. ശരിയായൊരു മനുഷ്യകുലത്തോട് കാണിക്കുന്ന ഒരു അനീതി ഇവിടെയുണ്ട്. ചെയ്യാമായിരുന്ന നന്മ എന്തായിരുന്നെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് തിന്മയാണെന്ന്
യാക്കോബ് പറയുന്ന വചനം നമ്മൾ മറന്നു പോകരുത് മാതാപിതാക്കളെ. അപ്പോൾ മക്കളെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ക്രമത്തിലും ചിട്ടയിലും വളർത്തണം. മുഴുവനും ഇട്ടുകൊടുത്ത് മുഴുവനും തീറ്റയും പെരുമ്പയറാക്കുന്ന അവസ്ഥ. ഞാൻ ഈ വാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ഇവിടെ ശാസ്ത്രീയമായി തന്നെ ലോകം പറയുന്നു 1 in every 6 adolescents in the metros is overweight. Then 2 in 5 Delhi students have high cholesterol and diabetes is common. വായിച്ചോ? അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. 5-ൽ 2 കുട്ടികൾ ഡൽഹിയിൽ എങ്ങനെയാണെന്ന്, ഡൽഹി ഒരു ഉദാഹരണം പറഞ്ഞതാ കേട്ടോ. ഡൽഹിയിൽ നിന്നും അങ്ങ് ഊന്നി നിൽക്കണ്ട. അതായത് കൊളസ്ട്രോളിൻ്റെ അസുഖം പിടിപെട്ടിരിക്കുകയാണെന്ന്. ഈ കൊളസ്ട്രോളിൻ്റെ അസുഖം പിടിപെട്ടാൽ മാത്രമല്ല പ്രശ്നം, ഇനി അതിനുവേണ്ടി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പണം, അതിനുവേണ്ടി മരുന്ന് വാങ്ങിക്കുന്ന പണം, ഇതൊക്കെ ഈ വീണ്ടും ഒരു തിന്മയുടെ ഒരു ചക്രമണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ പറയുകയാണ് 2 in 5 students have high cholesterol and diabetes is common. ഇന്ന് കൊച്ചുകുട്ടികൾക്ക് ഡയബറ്റിക്കിൻ്റെ രോഗം വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് അറിയുന്നില്ലേ മാതാപിതാക്കളെ? നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷനാണ് മനുഷ്യകുലത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത്? മക്കളെ ഏത് രീതിയിൽ വളർത്തണമെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും ഓർക്കേണ്ടതാണ്. ഈ പഠനങ്ങളെല്ലാം ചില സത്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. 2003 ഓഗസ്റ്റിൽ ഇന്ത്യ ടുഡേയിൽ വന്ന ചില കാര്യങ്ങളെ ഞാൻ വായിക്കുക. ഞാനത് വായിക്കുന്നതിൻ്റെ ഉദ്ദേശമുണ്ട്. മാതാപിതാക്കളും മക്കളെ എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ വളർത്തണമെന്ന് ഈ പഠനത്തിൽ നിന്നും ചില സൂചനകൾ നൽകുന്നുണ്ട്. ദൈവവചനം പറയുന്നത് പോലെ തന്നെ, ശിക്ഷണത്തിൽ വളർത്തണമെന്ന് പറയുന്നത് പോലെ തന്നെ, ഇതാ ആധുനിക ലോകത്തിലെ ശാസ്ത്രീയമായ പഠനങ്ങളും നിഗമനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും മറ്റൊന്നുമല്ല. 1 in 3 teens have bad eyesight and bad teeth. അതായത് 3-1 കുട്ടികൾക്ക്, ഈ ടീനേജ് ആളുകൾക്ക് എന്താണ്, കാഴ്ചയ്ക്ക് വികലതയുണ്ട്. തന്നെയല്ല ഒറ്റ എണ്ണത്തിനും നല്ല പല്ലില്ലെന്ന്. അത് വളരെ കഷ്ടമല്ലേ വാസ്തവത്തിൽ? അത് ശരിയാ. ഇന്ന് ഏറ്റവും കൂടുതൽ വളരുന്ന വ്യവസായം എന്ന് പറയുന്നത് ഡെൻ്റൽ വ്യവസായമാണ്. ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്നത്, കാശ് വാങ്ങിക്കുന്നതും ഡെൻ്റൽ ഡോക്ടേഴ്സാണെന്നാണ് പറയുക. എനിക്കറിയില്ല. ഞാൻ ഇത് പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും വികസിത ലോകത്തോട് സഞ്ചരിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എവിടേക്ക് തിരിഞ്ഞാലും അവിടെയൊക്കെ മുറികളിൽ കൂട്ടിയിട്ടിരിക്കുക, നെല്ല് പണ്ട് നമ്മുടെ നാട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ചോക്ലേറ്റ്. ഈ പിള്ളേർ ഇത് മുഴുവൻ പൊളിച്ച് തീറ്റയോട് തീറ്റയാണ്. കൈയും കഴുകുന്നില്ല, വായും കഴുകുന്നില്ല. അതിനുശേഷം അവിടെ ഒരു ഇതുണ്ടാവും, ഈ കടലാസ്, അതെടുത്തൊരു തുടയ്ക്കും. പല്ലിൽ ഇത് മുഴുവൻ ഇരിക്കുന്ന പല്ലോ. പിന്നെ ഇപ്പം പലരും ചിരിക്കുന്ന പല്ല് ഒറിജിനൽ പല്ലല്ല, വെപ്പുമല്ല. ഇത് പറയുകയും. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. മക്കൾക്ക് തീറ്റയ്ക്കൊരു ക്രമവും ഒരു സമയവും ഒരു ചിട്ടയോ അടുക്കുമൊക്കെ ഉണ്ടെങ്കിട്ട് ഈ മക്കളെ കൈയും കാലും കഴുകാനും വായു കഴുകാനും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ അവർ ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും പല്ല് പുഴുത്ത് തീരില്ല, പല്ലില്ലാതാവില്ലെന്ന്. ഇത് ഇത്ര നിസ്സാര കാര്യം നിങ്ങളോട് പറയണമെന്നോ? ഇത് നമ്മൾ ഇന്ന് വേട്ടയാടുകയാണെന്നേ. നോക്കൂ, ഈ പഠനം പറയുന്നതാണ് 1 in 5, 1 in 3 teens have bad eyesight and teeth. പ്രിയ മാതാപിതാക്കളെ, നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ചെലവാക്കുന്നതിൻ്റെ പകുതി പൈസ ചെലവാക്കിയാൽ മതി. കൊച്ചങ്ങളുടെ തീറ്റക്രമത്തിൽ ശ്രദ്ധിച്ചാൽ, കൊച്ചങ്ങളുടെ പല്ലിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ പകുതി പൈസ മതി. തോന്നിവാസം വിട്ട് തോന്നിവാസം തിന്ന് ആട്ടുംകുട്ടികളും മൃഗങ്ങളും കന്നുകാലികളും ഒക്കെ വനത്തിൽ കൂടെ മേയുന്ന പോലെ മേയിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇതാ പറയുക, വീണ്ടും പറയുക, 1 in 5 children has stress related emotional disorders. നോക്കുകയെ എവിടെ എത്തി നിൽക്കുന്നതെന്ന് തിരിച്ചറിയുകയാണ്. അതായത് 5-1 കുട്ടികൾക്ക് സ്ട്രെസ് റിലേറ്റഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ്, വൈകാരികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന്. 5-1 കുട്ടികൾക്ക് ഇപ്പോൾ വൈകാരിക പക്വതയില്ല. അവരുടെ ഇമോഷൻസിനെ, വികാരങ്ങളെ, ഫീലിങ്സിനെ നിയന്ത്രിക്കാനോ ക്രമീകരിക്കുവാനോ പറ്റുന്നില്ല. പലതരത്തിലുള്ള സംഘർഷത്തിലൂടെ കടന്നു പോവുക. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങളതിലേക്ക് സംശയമുണ്ടെങ്കിൽ ലോകത്തുകൂടി ഒന്ന് കണ്ണോടിച്ചാൽ മതി.
കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക ആശുപത്രിയിൽ. ഇതിൻ്റെയൊക്കെ ഗൗരവം നമ്മൾ കാണണം. ഇതിൻ്റെയൊക്കെ ഗൗരവം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുറേ പണം ഉണ്ടാക്കി കുറേ മാളികപ്പുറം തീർത്ത് വയ്ക്കുന്നത് മാത്രമൊന്നുമല്ല മാതാപിതാക്കളുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ്. വീണ്ടും പറയുക, ദ ക്രേസ് ഫോർ ഫുഡ് ഈസ് ലീഡിങ് ടു ഒബേസിറ്റി ആൻഡ് റിലേറ്റഡ് ഇൽസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ. പ്രിയ മാതാപിതാക്കളെ, ഞാൻ കുറ്റപ്പെടുത്താനൊന്നും അല്ല ഇത് പറയുകയാണ്. ഞാനിത് കുറേയൊക്കെ ഈ വായിച്ചത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും കൂടിയാണ്. കാരണം ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിനും അതുപോലുള്ള ധ്യാനത്തിനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടിയ ചില യാഥാർത്ഥ്യങ്ങളും ഈ പഠന റിപ്പോർട്ടും തമ്മിൽ ഒത്തിരി പൊരുത്തമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു വായിച്ചുകൊണ്ട് നിങ്ങളുടെ മുൻപിൽ ഈ സത്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങളൊരു പക്ഷേ തിക്കുകൊണ്ടും തിരക്കുകൊണ്ടും ജോലിഭാരം കൊണ്ടും ഇതൊന്നും വേണ്ടത്ര വായിച്ചിട്ടും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ ഇനി ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വായിക്കുന്നതും പറയുന്നതും. ദ ക്രേസ് ഫോർ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, മധുരസാരം നിറഞ്ഞ നാരുകളില്ലാത്ത ഭക്ഷണത്തിൻ്റെ അഭിനിവേശം അത് കൂടി വന്നു. അതിൻ്റെ കോൺസിക്വൻസ് ഈസ് ലീഡിങ് ടു ഒബേസിറ്റി ആൻഡ് റിലേറ്റഡ് ഈൽസ് ലൈക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മുടെ നാട്ടിൽ പോലും ഫാസ്റ്റ് ഫുഡ് എത്രത്തോളം വേലിയേറ്റം നടത്തി അത് ഗവൺമെൻറ്റും പോലീസും ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ കിലോമീറ്ററിനുള്ളിൽ കൂടെയും തട്ടുകടയുണ്ടായിരുന്നു കുറച്ച് നാൾ. കഴുകാതെയും വൃത്തിയില്ലാതെയും വെടിപ്പില്ലാതെയും ചവയ്ക്കാതെയും സ്വസ്ഥതയില്ലാതെയും തിന്നുകൂട്ടുന്ന കുറേ ഭക്ഷണ രീതികൾ. അതിൻ്റെയൊക്കെ കോൺസിക്വൻസ് എന്തെന്ന് ഇവിടെ പറഞ്ഞു വരിക. വീണ്ടും പറയുക, ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഇന്ന് നമ്മളെ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറേ ഫ്ലാറ്റ് സംസ്കാരത്തിൻ്റെ കോൺസിക്വൻസും കൂടിയായി. മാത്രമല്ല മതിൽ സംസ്കാരത്തിൻ്റെ പ്രതിഫലനവും കൂടിയാണത്. പണ്ടൊക്കെ വീടുകൾക്കൊന്നും മതിലുകളില്ലായിരുന്നു. പട്ടിയും പൂച്ചയും എല്ലാം ചിലപ്പോൾ കയറി ഇറങ്ങി ചിലപ്പോൾ കുറേ നാശം വരുത്തിയിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ. പക്ഷേ ഈ മതിലുകളില്ലാതിരുന്ന സംസ്കാരത്തിൽ ഈ നാട്ടിൻ പ്രദേശത്തെ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ചു കൂടിയിട്ട് ഒട്ടനവധി കളികളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നാടൻ പ്രദേശത്തോട് നമ്മൾ സഞ്ചരിച്ച് നോക്കിയേ, ടൗണിൽ ഒട്ടുമില്ല, നാട്ടിൻ പ്രദേശം തന്നെ അത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന് കളിക്കുക, ചിരിക്കുക, അതിലൂടെ ഒരു സാമൂഹ്യവൽക്കരണവും നടക്കുന്നുണ്ടായിരുന്നു. ഒരു സോഷ്യലൈസേഷൻ, ഒരു ഹ്യൂമനൈസേഷൻ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുമൊക്കെ പോയി ഇങ്ങനെ പോയാൽ മനുഷ്യരാശിയുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും സുസ്ഥിതിയും സ്ഥിരതയും സ്ഥായീഭാവവും ഒക്കെ എന്തായി മാറും എന്നുകൂടി നമ്മൾ ധ്യാനിക്കണം, എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മൾ കുടുംബപരമായും സമൂഹമായും സംഘാത്മകമായും ഇടവക തലത്തിലും നമ്മുടെ ഈ വക നമ്മളെ വേട്ടയാടുന്ന ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം. പ്രതിവിധികൾ നമ്മൾ ആരായണം. തിക്കും തിരക്കുമായിട്ട് നമ്മുടെ ജീവിതത്തെ നോക്കിക്കണ്ടു പോകരുത്. നമ്മളെല്ലാവരും ഇന്ന് തിക്കിലും തിരക്കിലുമാണ്. എന്തിൻ്റെയൊക്കെയോ വ്യഗ്രതയിലും വെപ്രാളത്തിലുമാണ്. എന്തൊക്കെയോ നേടിയെടുക്കുവാനുള്ള പരക്കം പാച്ചിലാണ്. അതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്നില്ല. നമുക്ക് നഷ്ടപ്പെടുന്ന സനാതന സത്യങ്ങളും മൂല്യങ്ങളും സ്നേഹവും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആനന്ദവും ഇതൊന്നും നമ്മൾ ഗൗരവത്തിൽ കാണുന്നില്ല. അവസാനം നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ ബാലൻസ് തെറ്റിയിരിക്കുക. അവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്. ഇവിടെയാണ് നമുക്ക് രൂപാന്തരീകരണം ഉണ്ടാകേണ്ടത്. നോക്കുകയും വീണ്ടും പറയുകയും, ഇപ്രകാരമുള്ള ജീവിതശൈലിയുടെ ഫലമായിട്ട്, ആഗോളവൽക്കരണത്തിൻ്റെ ജീവിതശൈലിയുടെ ഫലമായിട്ട് ഷോർട്ട് സൈറ്റ്, പല്ലിനും വായിക്കും മാത്രമൊന്നുമല്ല, ഷോർട്ട് സൈറ്റ് കുഞ്ഞുങ്ങളുടെ കാഴ്ചയിലും വലിയ കുറവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കാഴ്ചകളുടെ മേഖലയിൽ ഷോർട്ട് സൈറ്റ് 1 in 3 ടീനേജർ എന്നാ പറയുക. 3-1 കുട്ടികൾക്ക് ഷോർട്ട് സൈറ്റാണ്. പിന്നെയോ അത് വീണ്ടും പറയുക, എക്സ്പെരിമെൻ്റ് വിത്ത് സെക്സ് ആൻഡ് സെക്ഷൽ പ്രോബ്ലംസ്. അതായത് പണ്ട് അതീവ രഹസ്യമായി പറഞ്ഞിരുന്ന വാക്കുകൾ അതിൻ്റെ 10 ഇരട്ടി കട്ടിയിലും കനത്തിലും പരസ്യമായി അപ്പൻ്റെയും അമ്മയുടെയും ടീച്ചേഴ്സിൻ്റെയും മുന്നിൽ പോലും പറയാൻ മടിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇതാ പറയുകയാണ്, അതായത് ഇതിനെക്കുറിച്ച് പറയുന്ന നമ്പറൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം അതിന് പോപ്പുലാരിറ്റി കൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട്. ഈ ലൈംഗിക മേഖലയിൽ
ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന അരാജകത്വം വളരെ വലുതാണെന്ന് പഠന റിപ്പോർട്ട് പറയുകയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതായത് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും കൂടി വന്നതോടുകൂടി കുടുംബത്തിൻ്റെ പരിശുദ്ധി അപ്പാടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഇൻ്റഗ്രിറ്റി അപ്പാടെ തകരുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ABCD അറിയാതെ ഇതിൻ്റെ എല്ലാം അടിമത്തത്തിലേക്ക് പോവുകയാണ്. അതവരുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റു കുറയ്ക്കുന്നു, വളർച്ചയെ മുരടിപ്പിക്കുന്നു. പുറമേ കാണുമ്പോൾ ആർക്കും ഒന്നും കുഴപ്പം തോന്നില്ല. പക്ഷേ ഉള്ളറകളിൽ ഒട്ടനവധി ജീർണതയും ഒട്ടനവധി മുറിപ്പാടുകളും ശൂന്യതയും അസ്വസ്ഥതയും ഈ ടീനേജിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ വേട്ടയാടുകയാണ്. നിങ്ങൾ ഇന്നാൾ വായിച്ചില്ലേ, 9 വയസ്സുകാരി 600 പൗണ്ടോ 600 പൗണ്ടല്ല, ഏതാണ്ട് നിസ്സാര തൂക്കമുള്ള, ഞാൻ അതിൻ്റെ കൃത്യം മറന്നുപോയി, കുഞ്ഞിനെ പ്രസവിച്ച കഥ. അതുപോലെ വീണ്ടും പറയുകയാണ്, സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വിക്ടിംസ് 16 to 20 ഏജ് ഗ്രൂപ്പ് ഈസ് ഇൻക്രീസിങ്. ലൈംഗിക രോഗങ്ങൾ മൂലം ടീനേജിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ തന്നെ ലൈംഗിക ലോകം വേട്ടയാടുകയാണ് എന്ന്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ നമ്മളിവിടെ ശ്രദ്ധിക്കുക, എന്താ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പുറമേ എല്ലാവരും ഹൗ ആർ യു, ഓക്കെ, ഹായ്, പുറമേ എല്ലാവരും പറയുന്നു സുഖമാണ്. എന്ത് സുഖം, എന്ത് രസം, എന്ത് സന്തോഷം. മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് പ്രിയ മാതാപിതാക്കളെ, വിശ്വാസത്തിൽ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഗൗരവത്തിൽ കാണണം. ഏറ്റവും കുഞ്ഞുനാൾ മുതൽ മക്കളെ ഈ സനാതനമായ മൂല്യങ്ങളിൽ, മാനവികതയിൽ, ദൈവികതയിൽ വളർത്തുന്നതിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം. ലോകം എന്ത് പറയുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത് നമ്മൾ വിശ്വാസികൾ നോക്കിയിട്ട് കാര്യമില്ല. ലോകത്തിനെതിരെ, യേശുവിനെതിരെ ലോകം തന്നെ തിരിഞ്ഞല്ലോ. ആ ലോകത്തിന് മുൻപിൽ യേശു കീഴടങ്ങിയില്ല, മറിച്ച് ലോകത്തെ യേശുവിലേക്ക് ആകർഷിക്കുകയായിരുന്നു അവിടുന്ന് കുരിശിലൂടെ ചെയ്തത്. അങ്ങനെയെങ്കിൽ മഹാഭൂരിപക്ഷവും എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ ജീവിതമാണ്. ഒരു ചെറു തിരി കത്തിക്കുക, അതാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം. ഈ ഒഴുക്കിനെതിരെ, ഇന്നത്തെ ഈ പ്രവണതകൾക്കെതിരെ ശക്തവും വ്യക്തവുമായ വിധത്തിൽ ഉൾക്കാഴ്ചയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ പ്രിയ മാതാപിതാക്കളെ നമുക്ക് സാധിക്കണം. നമ്മൾ നോക്കുകയും നമ്മുടെ മുൻ രാഷ്ട്രപിതാവായ ശ്രീ അബ്ദുൽ കലാമിൻ്റെ ജീവിതം, അദ്ദേഹം ഉയർത്തിവിടുന്ന ചിന്തകളും ആദർശങ്ങളും, ഒരു സയൻറ്റിസ്റ്റ്, ഒരു രാഷ്ട്രതലവൻ, ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പക്ഷെ അവിടെയൊക്കെ അദ്ദേഹം ഉയർത്തി നിർത്തുന്ന ചില മൂല്യങ്ങൾ, ചില ദർശനങ്ങൾ, ചില ഉൾക്കാഴ്ചകൾ, ചില ചിന്തകൾ, അതൊരു പക്ഷേ ഭൂരിപക്ഷം സയൻറ്റിസ്റ്റും ഭൂരിപക്ഷം ഭരണാധിപന്മാരും പറയാത്ത കാര്യമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇന്നത്തെ ഭൂരിപക്ഷം ഭരണാധിപന്മാരും ഭൂരിപക്ഷം സയൻറ്റിസ്റ്റും ഒരുപക്ഷെ നടക്കുന്നതനുസരിച്ച് നടന്നോട്ടെ, അതിലും കുറച്ചുകൂടി മോശമായാലും കുഴപ്പമില്ല എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നിട്ടല്ല നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരിടത്തും ചെറുതായിട്ടില്ല എന്നല്ല, മറിച്ച് സമസ്ത ലോകത്തിലും സകല ജനങ്ങളുടെ ഇടയിലും സകല മതവിശ്വാസികളുടെ ഇടയിലും അദ്ദേഹം ഇന്ന് ആരാധ്യനാണ്. അപ്പോൾ ഭൂരിപക്ഷമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മറിച്ച് ചില സനാതന സത്യങ്ങളും മൂല്യങ്ങളും, ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ച മാനവികതയും അവനിൽ ചൊരിഞ്ഞ ദൈവികതയും, അതാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. അങ്ങനെ വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മനുഷ്യകുലത്തെ മുഴുവനായും കണ്ടുകൊണ്ട് മാനവരാശിയുടെ നാളെയെ ഓർത്തുകൊണ്ട് വേണം മക്കൾക്ക് രൂപം കൊടുക്കുവാൻ, മക്കളെ വളർത്തുവാൻ എന്നാണ് പറയുക. നോക്കുകയെ ഈ പഠന റിപ്പോർട്ട്
വാസ്തവത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം മൂലം 12-നും 17-നും ഇടയ്ക്ക് തകരുന്ന കുട്ടികളുടെ കഥ വളരെ വേദനാജനകമായിട്ടാണ് ഇത് ഇവിടെ പ്രതിപാദിക്കുക. അർബനൈസേഷൻ്റെ ഫലമായിട്ട്, ഈ ടൗണുകളിലേക്കുള്ള പലായനത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നിഷേധാത്മകമായ പ്രവണതകൾ, ഇങ്ങനെ പലതും പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഓർക്കാം. ദൈവം നമ്മെ വിളിക്കുന്നു. പുരോഗതി വേണ്ട എന്നല്ല, ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ വിലമതിക്കേണ്ട എന്നല്ല, നമുക്ക് മാറ്റങ്ങൾ വേണ്ട എന്നല്ല, പക്ഷേ മാറ്റത്തിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വേണ്ട. നമ്മുടെ കുടുംബത്തെയും മാനവരാശിയുടെ ആത്യന്തികമായ നിലനിൽപ്പിനെയും വളർച്ചയെയും അതിൻ്റെ പൂർണ്ണതയും പക്വതയെയും അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ള പുരോഗതിയല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് നിൽക്കുന്നു. കർത്താവേ, അവിടുത്തെ സുവിശേഷം വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുവാൻ, ആ സുവിശേഷത്തിൻ്റെ ഉൾസന്ദേശം ഒരിക്കൽ കൂടി ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സമൂഹത്തിനും മാനവരാശിക്കും നഷ്ടപ്പെട്ടു പോകുന്ന സനാതന സത്യങ്ങളും മൂല്യങ്ങളും ധർമ്മങ്ങളും എല്ലാം കൂടുതൽ തിരിച്ചറിയുവാൻ, മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും നന്മയ്ക്കും മഹത്വത്തിനും വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും സഹായവും ദൈവമേ സമർത്ഥമായി ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്നതും വർഷിച്ചതുമായ എല്ലാ നന്മകളെയും ഓർത്ത്, ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അവിടത്തേക്കെന്നും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divinetv@gmail.com. Website www.drcm.org.